ഗൈസ്, അപ്പം നമ്മൾ ഇപ്പോൾ വന്ന് നിൽക്കുന്ന സ്ഥലം നമ്മുടെ ദുബായ് ഫ്രെയിമിന് താഴത്തായിട്ടാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബാക്ക്ഗ്രൗണ്ടിൽ. ഇതിനായിട്ട് നമ്മൾ കയറാൻ പോവാണ്. ഓൾറെഡി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. എങ്ങനെയുണ്ട് വ്യൂ? വീട്ടിലോ ഇല്ലേ? ഇത് നേരെ പുറകിലായിട്ട് ദുബായ് ഫ്രെയിം. ഇത് താഴ്ന്ന് കാണാൻ ഒരു രക്ഷയില്ല ഗൈസ്. എന്തൊരു ഹൈറ്റ് ആയത് എൻ്റെ മോനെ. വിഷയം ദുബായ് വന്നിട്ട് ഇതൊന്നും കാണാതെ പോകുന്ന പറഞ്ഞാൽ ഭയങ്കര നഷ്ടമായിട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു പാർക്കിംഗ് ഏരിയയും ചുറ്റുപാടും എല്ലാം നല്ല രസമുണ്ട് കേട്ടോ. നല്ല പച്ചപ്പായിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അകത്തോട്ട് കയറാൻ പോവാണ് കേട്ടോ. ലെറ്റ്സ് ഗോ. ഈ സൈഡിലേക്കുള്ള ഈ വഴി കൂടെ നടന്ന് ചുറ്റും കറങ്ങി വേണം കേട്ടോ നമുക്ക് എൻട്രൻസിലേക്ക് പോകാൻ. നമ്മൾ എൻട്രൻസിലേക്ക് പോകുന്ന ഈ ഒരു വഴിയുടെ സൈഡിലായിട്ട് കാർ പാർക്കിംഗ് ഏരിയയും കാണാൻ ലെഫ്റ്റ് സൈഡിലായിട്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എൻട്രൻസിൽ നിന്ന് ടിക്കറ്റ് കാണിച്ച് അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കണ്ട ഇവിടെ നിന്നുള്ള വ്യൂ. എൻ്റെ ഇവിടെ എന്തോ വാട്ടർ ഷോ പോലെ എന്തോ സംഭവം നടക്കുന്നുണ്ട്, പാട്ടൊക്കെ ഇട്ടിട്ട്. എനിക്ക് തോന്നുന്നത് രാത്രിയിലായിരിക്കും ഇവരോട് കാണാൻ നല്ല ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ. ഗൈസ്, അപ്പോൾ നമ്മുടെ ദുബായ് ഫ്രെയിമിനകത്തേക്ക് കയറുമ്പോൾ ആദ്യമായിട്ട് നമുക്കവിടെ കാണുന്നത് അവരുടെ കൾച്ചർ എന്താണ്, അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളെ കാണിക്കുന്നത്. അവിടുത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു, അവരുടെ ഡ്രസ്സിങ് എങ്ങനെയായിരുന്നു, അവർ എന്ത് തൊഴിൽ ചെയ്താണ് അവിടെ ജീവിച്ചിരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷ്വൽ ചൂണ്ടിക്കാണിച്ചിട്ട് അച്ഛൻ എന്നോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്നതാണ് ദുബായിലെ ശരിക്കുള്ള ആൾക്കാർ എന്നാണ് പറയുന്നത്. ഈ ഒരു രാജ്യം ഭരിക്കുന്ന ആൾക്കാർ പോലും ഇവിടെ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്, പക്ഷേ ഇവിടുത്തെ ശരിക്കുള്ള ആൾക്കാർ ഇതാണെന്നാണ് പറയുന്നത്. മുമ്പോട്ട് നടന്നു പോകുന്തോറും ദുബായിലെ ആൾക്കാർ പണ്ട് കാലത്ത് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ടൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ അവരുപയോഗിച്ചിരുന്ന തുണികളും കാര്യങ്ങളും കാണാൻ പറ്റും. അതും അല്ലാതെ ദുബായിലുള്ള പലതരത്തിലുള്ള സ്പൈസസും കാര്യങ്ങളും വരെ അവരവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ ലിഫ്റ്റിനടുത്തേക്കാണ് പോയത്. നേരെ നമ്മുടെ ദുബായ് ഫ്രെയിമിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫ്രെയിമിനകത്ത് ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോവാം കേട്ടോ. ലിഫ്റ്റിനകത്ത് ഇപ്പോൾ ഉള്ള വരാം വരാം. അയ്യോ എന്റെ പൊന്നെ, കണ്ട് കണ്ട് കണ്ട്. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതിന്റെ മുകളിൽ താഴത്തേക്കുള്ള വ്യൂ ഉണ്ടോ? ഇതൊരു കിടിലം. ഇത് കണ്ട പേടിയാവൂടെ, ശരിക്കും പേടിയാവും. ഗ്ലാസ് ആണ്, ഓക്കെ മനസ്സിലായി. പക്ഷെ എന്നാലും താഴത്തേക്ക് നോക്കാൻ നടക്കാനാണെങ്കിൽ ഓക്കെ. എന്നെ അതിനിടയ്ക്കൊന്ന് പേടിപ്പിക്കുന്ന ഇവിടെ ഒരാള് ജാതി ഗൈസ്. ഇതേണ്ട ഗൈസ്, രാജാവിൻ്റെ പടം. ഇതിൻ്റെ മുകളിൽ താഴത്തേക്ക് നോക്കിയാൽ കാണാം. ആ, പുള്ളിക്കാരൻ്റെ ശരിക്കുള്ള ഫോട്ടോ ഇതാണ്ട്. ഇവിടെ താഴെയുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഒന്നും കൂടി ആ ഫ്രെയിം നടന്നു നോക്കട്ടെ ഗൈസ്. ഇപ്പോൾ നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ ടോപ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ നമ്മൾ ലിഫ്റ്റ് കയറി മുകളിൽ വന്നിട്ടുണ്ട്. ഇനി നേരെ ഫ്രണ്ടിലോട്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്മാർട്ട് ഗ്ലാസ് ഉണ്ട്. ഇതിന് നേരെ താഴോട്ടെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും നിൽക്കുന്ന ഹൈറ്റിൽ നിന്ന് താഴെ പോകാൻ പോകുന്ന പോലത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് സംഭവമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ കയറി നടക്കുകയാണ്. പക്ഷേ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കിളി പോകും. താഴോട്ട് നോക്കാതെ നടന്നാൽ കൊള്ളാം. താഴോട്ട് നോക്കിയാലും വന്നേ ഇല്ല ഇവിടെ വരെ. ദുബായ് വരെ വന്നിട്ട് നടക്കാതെ പോയ എങ്ങനെയാ? അയ്യോ. ഇതിനകത്ത് പിന്നെ ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. നമ്മൾ ചാടാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, നടന്നങ്ങ് പൊക്കോണം ഇങ്ങനെ. പക്ഷേ ഇതിൽ ഇരുന്നൊക്കെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഓ, തലയിറങ്ങുന്നേ. കഴിഞ്ഞു. മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്.
ഗൈസ്, നമ്മുടെ ദുബായ് ഫ്രെയിമിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് വന്നിട്ട് ഇടതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഓൾഡ് ദുബായും വലതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ന്യൂ ദുബായുമാണ്. ഈ കാണുന്നതാണ് ഓൾഡ് ദുബായ് ആൻഡ് ഈ കാണുന്നതാണ് ന്യൂ ദുബായ്. ആ ഒരു ബിൽഡിങ്സിന്റെ ടോട്ടൽ സ്ട്രക്ചറിൽ വന്നൊരു വ്യത്യാസം കണ്ടോ ഗൈസ്? എന്താ ഇവിടെ കാർഡിട്ടിട്ട് ആ ഫ്രെയിം പിടിച്ച് കറക്കുന്ന, അല്ല ആ സ്റ്റിയറിംഗ് പിടിച്ച് കറക്കുന്നുണ്ട് കൈ. ഇത് കറയിക്കൊണ്ടിരിക്കുമ്പം അതിനകത്തൊരു കോയിൻ വന്ന് വീഴും. ഇത് സംഗതി പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ്. നമ്മൾ ആ ഒരു ദുബായ് ഫ്രെയിമിൽ വന്നു എന്നുള്ളതിനൊരു തെളിവ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു സാധനമാണിത്. അപ്പോൾ മുകളിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ നേരെ ലിഫ്റ്റ് കയറി താഴത്തേക്ക് കൊണ്ടുവരാറുണ്ട് ഗൈസ്. അപ്പം ഞാൻ കരുതി ഇവിടെ ഇത്രേ ഉള്ളൂ പരിപാടി, ഇനി കാണാനായിട്ടൊന്നും വേറെ ഇല്ലേ. പക്ഷേ ശരിക്കുള്ള കാഴ്ച കാണാനുള്ളത് ഇനിയായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഫ്യൂച്ചർ സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലാണ് ഗൈസ്. ഇവിടെ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2050 അതായത് 2050 നമ്മുടെ ദുബായ് ഏത് രീതിയിലേക്ക് മാറും, ഫ്യൂച്ചറിലെ ദുബായ് എങ്ങനെയായിരിക്കും, 2050 ദുബായ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ജസ്റ്റ് കാണുക മാത്രമല്ല, ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത പോലത്തെ ഒരു ഫീലായിരുന്നു ഈ ഒരു സംഭവം കണ്ടപ്പോൾ. സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ കേട്ടോ വീഡിയോ. ടാക്സി ഇതൊരു രക്ഷയില്ല കേട്ടോ. ഡെലിവറി 2050 ഈ ലെവലിലേക്ക് ദുബായ് എത്തും എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. ഗൈഡ് നമ്മൾ കയറുമ്പോഴേ പറഞ്ഞ എങ്ങനെയാണ്, നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള തരത്തിലുള്ളൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ കംപ്ലീറ്റ്. ടാക്സി, ഇതാണ് ടാക്സി. ഷെയ്ഖ് സയ്യിദ് റോഡ്. ഷെയ്ഖ് സയ്യിദ് റോഡ്. തല ഇറങ്ങുന്നു. വാവ്, പറക്കുന്ന ടാക്സി. ഇൻക്രെഡിബിൾ. എൻ്റെ മോനെ ഇല്ലില്ല. സ്ക്രീൻ അങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് പോന്നതിൻ്റെയാ. ബുർജിൽ ഇറങ്ങും. ആളില്ലാത്ത വണ്ടികളാണ്. വീണ്ടും ഇരുട്ടായി ഗൈസ്. ട്രാൻസ്പോർട്ട്സ് എന്താണ് സ്മാർട്ട് ട്രാൻസ്പോർട്ട് സൊല്യൂഷൻസ്. ഇവരുടെ വിഷൻ ഭയങ്കരമാണ് കേട്ടോ. ഒരു കടയിലും ആളില്ല, റോബോട്ട്സോ. അക്വേറിയം, 3D printed buildings. നമ്മൾ വന്ന കറക്റ്റ് സമയത്ത് അത് സ്റ്റാർട്ടാകാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആൾക്കാർ ഇതിനാണോ അഡ്വാൻസസ് ഇൻ ഹെൽത്ത് കെയർ. ഹോസ്പിറ്റലിൽ നടന്നാണ് കൈ ഒടിഞ്ഞാണ് മാറി.
അതെന്നെ കാലൊക്കെ ഒരു വെച്ച് പിടിപ്പിക്കുന്നതാണോ പറയുന്നത്? ഇവിടെ ഫുൾ ബോഡി. ബുർജ് ഖലീഫ. ബോളിൽ നിന്ന് നോക്കിയാൽ അപ്പോൾ അതായിരുന്നു സംഭവം, അവരുടെ ഫ്യൂച്ചർ വിഷൻ ദുബായിയുടെ. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതാണ് എക്സിറ്റിന് മുമ്പുള്ള ലാസ്റ്റ് സെഷൻ. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഈ ദുബായ് ഫ്രെയിമിൻ്റെതായിട്ട് നമുക്ക് വാങ്ങിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. പേനയൊക്കെ ഉണ്ടോ? പേനയുടെ ടോപ്പിലായിട്ട് ദുബായ് ഫ്രെയിമിൻ്റെ ഒരു ചെറിയൊരു സംഭവം. അതുപോലത്തെ എല്ലാ സാധനങ്ങളിലും ദുബായ് ഫ്രെയിം ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാ സാധനങ്ങളിലും കപ്പ്, മഗ് ഉണ്ട്. നമുക്ക് ഫോട്ടോ ഫ്രെയിം തന്നെ ഉണ്ട് ദുബായ് ഫ്രെയിമിൻ്റെ രൂപത്തിൽ. കൊള്ളാം. ദുബായ് ഫ്രെയിമിൻ്റെ ഇത് വെച്ചിട്ട് ടീഷർട്ടുകൾ ഇറക്കുന്നുണ്ട്. ഇതിൻ്റെ വില എങ്ങനെ? 82 ദിർഹം. എൻ്റെ മോനെ, 82 AED സൂപ്പർ ചാറ്റ്. ഇവിടെ കുറച്ച് മഗ്ഗും സംഭവമൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ ദുബായ് ഫ്രെയിം ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഇന്ന് ഭയങ്കര കാറ്റും അതിൻ്റെ കൂടെ. അങ്ങനെ ദുബായ് ഫ്രെയിമിലെ കാഴ്ചകളും കണ്ടിട്ട് ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി ഗൈസ്. ഒരിക്കലും പ്രതീക്ഷയില്ല ദുബായ് ഫ്രെയിം ഇത്രയും മനോഹരമായിരിക്കുമെന്ന്. ഞാനിവിടെ വരുന്നതിന് മുന്നേ ആരോ പറഞ്ഞു കേട്ടു ദുബായ് ഫ്രെയിമിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല, വലിയ സംഭവമൊന്നും ഇല്ല എന്ന് കേട്ടു. പക്ഷേ ആ പറഞ്ഞ ആളുടെ വാക്കും കേട്ടിട്ട് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഒരു ഭയങ്കര നഷ്ടമായി പോയാണ്. ശരിക്കും ഇതുവരെ നമ്മൾ ദുബായിൽ പോയ സ്ഥലങ്ങളിൽ ഏറ്റവും ടിക്കറ്റ് ചാർജ് കുറവ് ഇവിടെയാണ്. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും ഇവിടെയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയിലെ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് മറീന ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചിൻ്റെ സൈഡിലായിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇന്ന് പൊതുവേ നല്ല തണുപ്പുള്ള ദിവസം. നമ്മൾ വരുന്നുണ്ടാണോ അറിയില്ല. ഇതാണ് ഗൈസ് ഈ ബീച്ച്. എങ്ങനെയുണ്ട്? കിടിലല്ലേ? ബീച്ചും അതിൻ്റെ സൈഡിലായിട്ട് ഒരു പാർക്ക് പോലെയും പിന്നെ ആൾക്കാർക്ക് നടക്കാനുള്ള സൗകര്യവും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ദുബായിൽ വന്നിട്ട് ബീച്ച് കണ്ടില്ല എന്ന് വേണ്ട. മേഘങ്ങൾക്കിടയിൽ സൂര്യൻ കയറി ഒളിച്ചിരിക്കുന്നു. ഓ, തണുക്കുന്നു.